ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഈ കഥയിലെ പേരാണ് അടുപ്പിലെ നിധി. അപ്പൊ നമുക്ക് ഈ കഥ വായിക്കാം. പണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ നൂർ മുഹമ്മദ് എന്നൊരു പാവ കർഷകൻ ഉണ്ടായിരുന്നു. സ്വന്തമായുള്ള ഒരു തുണ്ടുഭൂമിയിൽ പുലരും മുതൽ ഇരുളും വരെ പണിയെടുത്താലും കഷ്ടിച്ച് ജീവിക്കാനുള്ള വകയെ അയാൾക്ക് കിട്ടിയിരുന്നുള്ളൂ. നൂർ മുഹമ്മദ് എന്നും പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. പടച്ചോനെ, എൻ്റെ കഷ്ടപ്പാടൊക്കെ അവിടെ നിന്നും കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. മരിക്കുന്നതിന് മുമ്പ് കുറച്ചു നാളെങ്കിലും എനിക്ക് സുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുപ്പിനുള്ളിൽ ഒരു ചെറിയ നിധി വെച്ച് തന്ന് അങ്ങനെ അനുഗ്രഹിച്ചാലും. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കൊപ്പം ഈ നിവേദനം നൂർ മുഹമ്മദ് സമർപ്പിച്ചുമെങ്കിലും അടുപ്പിൽ തീയും ചാരവുമല്ലാതെ ഒന്നും ഒരിക്കൽ അയാൾ കണ്ടില്ല. അതിലയാൾക്കൊട്ടും പരിഭവം തോന്നിയുമില്ല. പക്ഷേ അയാൾ പ്രാർത്ഥന തുടർന്നു പോന്നു. ഒരു ദിവസം പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുൾച്ചെടിയിൽ ഉടുക്കി അയാളുടെ കുപ്പായം കീറിപ്പോയി. ആ ചെടി ചുവടെ മാന്തിക്കളയാനായി അയാൾ മൺവെട്ടി കൊണ്ട് മുൾച്ചെടിയുടെ കടയ്ക്കൽ കുഴിക്കാൻ തുടങ്ങി. കുറെ കുഴിച്ചപ്പോൾ അതാ ഒരു പഴയ ചെമ്പുകുടം. അത് മൂടിയിരുന്ന അടുപ്പ് മാറ്റി നോക്കിയപ്പോൾ അത്ഭുതം കൊണ്ട് അയാളുടെ വാ പിളർന്നുപോയി. അതിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ. ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന ഒടുവിൽ സ്വീകരിച്ചല്ലോ. ഈ നിധി കൊണ്ട് ഞാൻ സുഖമായി ജീവിക്കും. ആരും കാണാതെ കുടം മൂടിക്കെട്ടി തൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് അയാൾ ഉറപ്പിച്ചു. പെട്ടെന്ന് നൂർ മുഹമ്മദ് ഒരു സംശയം തോന്നി. തൻ്റെ അടുപ്പിൽ നിധി കാട്ടിത്തരണമെന്നാണല്ലോ താൻ പടച്ചവനോട് അപേക്ഷിച്ചത്. ഇതിപ്പോൾ വയലിൽ നിന്നല്ലേ കിട്ടിയത്? ഇതെനിക്കുള്ളതാവില്ല. എനിക്കുള്ളത് അടുപ്പിൽ തന്നെ പടച്ചോൻ ഇട്ടുതരും. അയാൾ കുടം കുഴിയിൽ പഴയതുപോലെ വെച്ച് മണ്ണിട്ട് മൂടിയതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങി. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നൂർ മുഹമ്മദ് ഭാര്യയോട് നിധി കിട്ടിയ കാര്യം വിശദമായി പറഞ്ഞു. കിട്ടിയ നിധി അവിടെ കുഴിച്ചിട്ട് പോകുന്ന ഭർത്താവിൻ്റെ വങ്കത്വം ഓർത്ത് അവൾ അയാളെ കുറ്റപ്പെടുത്താനും ശപിക്കാനും തുടങ്ങി. പക്ഷെ നൂർ മുഹമ്മദ് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എടി പെമ്പറന്നോളെ, നമുക്കുള്ളത് നമ്മുടെ അടുപ്പിൽ പൊന്തി വരും. ഇത് മറ്റാർക്കും ഉള്ളതാണ്. അതെടുക്കുന്നത് പാപമാണ്. ഇത്രയും പറഞ്ഞ് അയാൾ ഉറങ്ങാൻ കിടന്നു. മനസ്സിൽ ഒരു ദുർവിചാരവും ഇല്ലാത്തതുകൊണ്ട് അയാൾ വളരെ വേഗം ഉറങ്ങുകയും ചെയ്തു. എന്നാൽ അയാളുടെ ഭാര്യ രാത്രിയിൽ തന്നെ അയൽ വീട്ടിലെത്തി. ഉണ്ടായ വിവരം മെല്ലാം ധരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്കുടനെ പോയി ആ നിധി മാന്തിയെടുക്കണം. എൻ്റെ ഭർത്താവ് അത് അറിയേണ്ട. ഞാൻ പകുതി സ്വർണ്ണ നാണയം നിങ്ങൾക്ക് തരാം. അയൽക്കാരൻ അത്യാഗ്രഹിയും അയാളുടെ ഭാര്യ ദുരാഗ്രഹിയുമായിരുന്നു. അവർ നൂർ മുഹമ്മദിന്റെ ഭാര്യയ്ക്കൊപ്പം വിളക്കുമെടുത്ത് രാത്രിയിൽ തന്നെ വയലിലേക്ക് നടന്നു. അവിടെ മണ്ണിളക്കി കിടന്ന സ്ഥലത്ത് അവർ മാന്തി നോക്കി. വാസ്തവം അത്ഭുതം! അതാ ചെമ്പുകുടം. ഇത് മുഴുവൻ സ്വന്തമാക്കണമെന്ന് ചിന്തിച്ച് അയാൾ കുടം മെല്ലെ തുറന്നു. അനേകം വിഷസർപ്പങ്ങൾ കുടിയിൽ നിന്നും പുറത്തേക്ക് തലനീട്ടി. അയാൾ ഭയന്നു വിറച്ച് കുടം അടച്ചു വെച്ചു. നൂർ മുഹമ്മദിന്റെ ഭാര്യ പേടിച്ചവരുടെ വീട്ടിലേക്ക് ഓടി. നൂർ മുഹമ്മദ് വിഷപ്പാമ്പുകളെ കൊണ്ട് തന്നെ കൊല്ലിക്കാൻ ഭാര്യയെ പറഞ്ഞയച്ചതായിരിക്കുമെന്ന് അയൽക്കാരൻ കരുതി. നൂർ മുഹമ്മദിനോട് ഇതിന് പകരം വീട്ടണമെന്ന് അയാൾ നിശ്ചയിച്ചു. അപ്പോൾ തന്നെ അയാൾ കുടവുമായി നൂർ മുഹമ്മദിന്റെ പുരപ്പുറത്ത് കയറി അടുക്കളയുടെ ചിന്മനിയിൽ കൂടെ കുടം തുറന്നു കമഴ്ത്തി. നേരം വെളുക്കുമ്പോഴേക്കും പാമ്പുകളെല്ലാം നൂർ മുഹമ്മദിനെ കടിച്ചു കൊല്ലുമെന്ന് സന്തോഷിച്ചുകൊണ്ട് തന്നെ അയാളുടെ വീട്ടിലേക്ക് പോയി. നേരം പുലർന്നപ്പോൾ നൂർ മുഹമ്മദ് എഴുന്നേറ്റ് പതിവ് പോലെ അടുക്കളയിലേക്ക് ചെന്നു. അതാ
അടുപ്പിൽ നിറയെ സ്വർണ്ണ നാണയം. അയാൾ അത്യധികം സന്തോഷത്തോടെ ഭാര്യയെ വിളിച്ച് അത് കാണിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് വിശ്വാസമായല്ലോ, ഇത് പടച്ചോൻ നമ്മക്കിട്ട് തന്നെ നിധിയാണ്. ഭർത്താവിന്റെ വിശ്വാസത്തെ തെറ്റിദ്ധരിച്ചതിനാൽ അയാളുടെ ഭാര്യയ്ക്ക് ദുഃഖം തോന്നി. മുത്തശ്ശി പുസ്തകം, കിളിരൂർ രാധാകൃഷ്ണൻ. Thank you friends for watching my video. Kindly like, share and subscribe. Thank you.